ഹൈ ഡിസ്റ്റൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ +1 ട്രിഗണോമെട്രിയിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് തോന്നാവുന്ന ഒരു പോർഷൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഏറ്റവും വലിയൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാണ്. ഓക്കെ, ഇത് ഞാൻ പിന്നെ തുടങ്ങുന്നതിന് ഒരു കാര്യം പറയാണ്. നന്നായിട്ട് അറിയാവുന്ന കുട്ടികൾ ഈ മോഡൽ പഠിക്കേണ്ട. ഞാൻ ഓൾറെഡി ട്രിഗണോമെട്രി ഈ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് അവൈലബിൾ ആണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. പക്ഷേ അറിയാത്ത കുട്ടികൾ സാർ ഈ വലിയ ഇതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഇത് ടഫായിട്ടാണ് തോന്നുന്നത് എന്ന കുട്ടികളാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഷോർട്ട് കട്ട് അങ്ങ് യൂസ് ചെയ്യുക, നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അറിയാവുന്ന കുട്ടികളാണെങ്കിലും വെരിഫൈ ചെയ്യാൻ ഈ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക. ഈ ഷോർട്ട് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ ആവശ്യമാണ്. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ സിമ്പിളാണ്. നിങ്ങളടുത്ത് എക്സാമിന് സയൻസ് 765 ചെയ്യാൻ പറഞ്ഞാൽ കാൽക്കുലേറ്റർ എടുക്കുക, ഡിഗ്രിയിലാണ് കിടക്കുന്ന ഉറപ്പ് വരുത്തുക, സൈൻ 765 അടിക്കുക. അപ്പം 0.7071 കിട്ടും. അപ്പോൾ കുട്ടികൾ നിങ്ങളെല്ലാവരും പറയും സാറേ നമുക്കും അറിയാം കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ, നിങ്ങളും അങ്ങനെ ചെയ്യും. പക്ഷേ ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. ഇതിനെ നമ്മൾ നോൺ ആയിട്ടുള്ള ട്രിഗണോമെട്രി വാല്യൂസിലോട്ട് മാറ്റണം. അതെങ്ങനെയെന്നാ പഠിപ്പിക്കുന്നത്? ഭയങ്കര ഷോർട്ട് കട്ടാ. നിങ്ങൾ ചിന്തിച്ചാൽ മതി, അയ്യേ ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് നിങ്ങളുടെ മനസ്സിൽ വരും. സംഭവം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ട്രിഗണോമെട്രിയുടെ വാല്യൂസ്. സൈൻ എത്രയാ? 0, 45, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി എന്ന് പറഞ്ഞ് സൈന്, കോസ്, ടാൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സൈൻ 0, 0, സൈൻ 91 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ വാല്യൂസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം ഓർമ്മ വരും. നിങ്ങളെ ആൻസേഴ്സ് ഒക്കെ വരുന്ന ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ വരും. ഏതൊക്കെയാ? നമുക്ക് വന്ന 1/√2, √3/2, പിന്നെ ആരാ? 1/2, പിന്നെ 1/√3. ഇത്രയും ആൾക്കാർ, ഇത്രയും വാല്യൂസ് ആണ്. പിന്നെ 0യും 1ഉം ഇത്രയും വാല്യൂസ് ആണ് നമ്മൾ ട്രിഗണോമെട്രിയിൽ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ. സൈൻ 30 1/2, കോസ് 60 1/2, സൈൻ 60 √3/2. അപ്പോൾ ഇത്രയും വാല്യൂസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും ഒരു പേപ്പർ എടുത്ത് അതിൻ്റെ സൈഡിൽ 1/2, √3/2, 1/√2, 1/√3 ഇത്രയും വാല്യൂ കാൽക്കുലേറ്ററിൽ അടിച്ചു വയ്ക്കുക. അതിൻ്റെ വാല്യൂ എങ്ങനെ അടിക്കും? 1/2 എല്ലാവർക്കും അറിയാം. ആരാ? 0.5. √3/2 കാൽക്കുലേറ്റ് ചെയ്യുക. √3/2 എത്രയാ? 0.86. അടുത്ത് 1/√2, 0.707 അങ്ങനെ സംതിങ് പോകും. 3 പോയിന്റ് അങ്ങ് എടുത്താൽ മതി കേട്ടോ. അടുത്ത തരാ 1/√3, 0.577. ഇത്രയും ഓക്കെ ആണോ? സംശയമുണ്ടോ? ക്ലിയർ അല്ലേ? അപ്പോൾ 1/2, √3/2, 1/√3 ഇത്രയും വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക? കാണാൻ പഠിച്ച് വയ്ക്കുക. ക്ലിയർ? സംശയമുണ്ടോ? കാണാൻ പഠിക്കണ്ട, ഇത്രയും സൈഡിൽ എഴുതുന്നാൽ മതി. ഇനി നിങ്ങൾ നോക്കടാ, 0.7071 കിട്ടി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആരാ? 1/√2. ഇത്രയേ ഉള്ളൂ. സംശയമുണ്ടോ? എടാ ഈ 4 വാല്യൂയിൽ ഏതെങ്കിലുമൊക്കെ വാല്യൂ മാറിയേ വരുള്ളൂ. കാൽക്കുലേറ്റർ എടുത്ത് അടിക്കുക, അപ്പോൾ പോയിന്റിൽ ആൻസർ കിട്ടും. അതിനെ നോൺ വാല്യൂയിൽ ഏതിലാണെന്ന് കണക്ട് ചെയ്യുക. 1/√2 എങ്കിൽ 1/√2 കൊടുക്കുക. സംശയമുണ്ടോ? അപ്പോൾ ഇയാൾ എങ്ങനെ ചെയ്യും? ഇയാൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് സൈൻ ഓഫ് -11 × π/3. π/3 നിങ്ങൾ എന്ത് ചെയ്യുക? പൈയുടെ വാല്യൂ കൊടുക്കുക. പൈയുടെ വാല്യൂ എത്രയാണ്? 180/3. നമ്മൾ പൈയുടെ വാല്യൂ കൊടുക്കുക. പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി കൊടുക്കുക. π = 180 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പം അത് ഡിഗ്രിയിലോട്ട് കൺവെർട്ട് ആവും. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഇൻറ്റു 180/π എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. നിങ്ങൾ അതൊന്നും ഇപ്പം നോക്കണ്ട. ഇങ്ങനെ ഒരു വാല്യൂ വന്നാൽ അതിൽ പൈക്ക് വാല്യൂ കൊടുക്കുക. പൈ എന്ന് പറഞ്ഞാൽ 180 കൊടുക്കുമ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ഡിഗ്രിയിലോട്ട് കൺവെർട്ട് ആവും. എൻ്റെ കാൽക്കുലേറ്റർ എടുത്ത് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ എത്രയാ? 11 × 180/3. അപ്പോൾ 660. അപ്പം സൈൻ ഓഫ് -660 എന്ന് കിട്ടും. കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുക. സൈൻ ഓഫ് ആരാ? -660 നിങ്ങൾ എന്ത് ചെയ്യുക? അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ 0.866 എന്ന് കിട്ടി. 0.866 എന്ന് പറഞ്ഞാൽ ഇതിൽ ആരുടെ ആൻസർ? √3/2. സോ ഇതിൻ്റെ ആൻസർ ആരാ? √3/2. മനസ്സിലായോ? പിടി കിട്ടിയോ? ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റൂലേ? സിമ്പിൾ അല്ലേ? നിസ്സാരമല്ലേ? അപ്പോൾ ഇത്രയും വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക? നോക്കി വയ്ക്കുക. ഇത്രയും വാല്യൂസ് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണോ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിസ്സാരമല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്
ഈ 4 വാല്യൂസ് നോക്കി വെക്കുക. ബാക്കി 1ഉം 0യും നിങ്ങൾക്ക് അറിയാം. ഈ 4 വാല്യൂസ് നോക്കി വെച്ചിട്ട് ട്രിഗണോമെട്രിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കറസ്പോണ്ടിങ് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കുക. റേഡിയനിൽ തന്നിക്കുകയാണെങ്കിൽ പൈയുടെ വാല്യൂ 180 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിഗ്രിയിലോട്ട് കൺവെർട്ട് ആവും. എന്നാൽ പൈയുടെ വാല്യൂ 180 കൊടുത്താൽ മാത്രം മതി. അപ്പോൾ കറസ്പോണ്ടിങ് ഡിഗ്രി വാല്യൂ കിട്ടും. ജസ്റ്റ് കാൽക്കുലേറ്റ് എടുത്ത് ആ വാല്യൂ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും. സംശയം ഉണ്ട് ആർക്കെങ്കിലും? ക്ലിയർ അല്ലേ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ, വേറൊരു ക്വസ്റ്റ്യൻ. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് തരുന്നത്. കോട്ട് -15π/4 ഇതെങ്ങനെ ചെയ്യും? കോട്ട് -15π/4. അപ്പം നമ്മൾ എന്ത് ചെയ്യും? കോട്ട് ഓഫ് -15 × 180/4 ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്ററിൽ ചെയ്യുക. അപ്പോൾ കാൽക്കുലേറ്റർ എടുത്ത് എന്ത് ചെയ്യുക? 15 × 180/4 അടിക്കുക. അപ്പം നിങ്ങൾക്ക് 675 കിട്ടും. അപ്പോൾ കോട്ട് -675 അടിക്കുക. നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആരാ? 1/, കോട്ട് എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾക്കറിയാം? 1/tan ആണെന്നറിയാം. 1/tan -675 എന്നറിയാം. അപ്പോൾ tan 675 അടിക്കുക. അതിൻ്റെ എന്തെടുക്കുക? നിങ്ങൾ റെസിപ്രോക്കൽ എടുത്താൽ മതി. വിൽ ഗെറ്റ് ദ ആൻസർ. സംശയം ഉണ്ടോ? ക്ലിയർ എല്ലാവർക്കും? പിന്നെ ഇതിൽ കോട്ടും ടാനൊക്കെ വരുമ്പം കുറച്ച് റെസിപ്രോക്കൽ കാര്യങ്ങളും കൂടെ വരും. അതും കൂടെ നോക്കി വയ്ക്കണം കേട്ടോ. അവിടെ √3/2, 2/√3യും √2/1ഉം √3/1ഉം ആകാം. റെസിപ്രോക്കൽസ് വാല്യൂസ് വരുമ്പോൾ ഞാൻ ഇപ്പോൾ സൈന് കോസ് ടാൻ്റെ മാത്രം ഇത്ര വരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വാല്യൂസും കൂടെ വരും. ഏതൊക്കെയാണെന്നറിയാമോ? അപ്പോൾ ഇതിൽ നോക്കാം. tan -675 അടിച്ച്. അങ്ങനെ കോട്ട് എന്ന് പറഞ്ഞാൽ 1/tan അല്ലേ? അപ്പോൾ tan -675 1. അപ്പം 1/1 ആൻസർ 1. അല്ലാത്ത ക്വസ്റ്റ്യൻസ് വരും. എങ്ങനെയെന്ന് അറിയാമോ? ഇതിപ്പം കൊസീക്ക് സീക്ക് കോട്ടൊക്കെ വരുമ്പം ഇതിൻ്റെയൊക്കെ റെസിപ്രോക്കൽസ് വരുന്ന വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇത്രയും വാല്യൂസും കൂടെ നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. 2/√3യുടെ വാല്യൂ, പിന്നെ ഇത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ √2, ഇത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ √3. √2 √3 ഒക്കെ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. √2 എന്ന് പറഞ്ഞാൽ 1.412, 1.412. √3 എന്ന് പറഞ്ഞാൽ 1.712 അല്ലേ? √3 1.73, 1.732. അടുത്ത 2/√3, 2/√3 എന്ന് പറഞ്ഞാൽ 1.154. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പോയിന്റ് വാല്യൂസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതെങ്കിൽ അതിന് ആൻസർ ആയിട്ട് കൊടുക്കുക. ആൻസറിൽ നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ ആ വാല്യൂസിൽ എന്ത് ചെയ്യുക? നിങ്ങൾ നെഗറ്റീവ് കൊടുക്കുക. ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. പിടി കിട്ടിയോ? മനസ്സിലായോ? ഈസി അല്ലേ ഇത് ചെയ്യാൻ വേണ്ടി? ഭയങ്കര സിമ്പിൾ അല്ലേ? മനസ്സിലായോ? അപ്പോൾ കോട്ട് വരെയാണെങ്കിൽ 1/tan എന്ന് എഴുതി tan ആ വാല്യൂ tan 675 1 ആണ് കിട്ടുക. അപ്പോൾ 1/1 1 ആൻസർ. ഇവിടെ ഏത് ആൻസർ എടുക്കാൻ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ആൻസേഴ്സ് കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരു ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക് ഫൈനലായിട്ട് വരുന്നതെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഈ വാല്യൂസ് കൊടുക്കുക. കാരണം നമുക്ക് ട്രിഗണോമെട്രിയിൽ ഇങ്ങനത്തെ വാല്യൂസ് വേണം കൊടുക്കുക. പോയിന്റ് വാല്യൂ കൊടുക്കരുത്, ആൻസർ കിട്ടത്തില്ല. ഇങ്ങനത്തെ വാല്യൂസ് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടി. ക്ലിയർ ആണോ? ഇത് ഷോർട്ട് കട്ടാണ്, ഉടായ്പ ടെക്നിക്കാണ്. കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാവുന്ന കുട്ടികൾ അങ്ങനെ ചെയ്താൽ മതി. ഇത് ഒന്നും അറിയാത്ത കുട്ടികൾക്കാണ് ട്രിഗണോമെട്രി അയ്യോ അമ്മേ എനിക്ക് ഭയങ്കര പാടാണ് ട്രിഗണോമെട്രി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ട്രിഗണോമെട്രി പഠിക്കാതെ നടക്കുന്ന ഇങ്ങനത്തെ കുട്ടികളാണ്. അവരെ ഉദ്ദേശിച്ചാണ് ഈ ഇങ്ങനെ സിമ്പിൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഉടായ്പ ടെക്നിക്ക് മര്യാദയ്ക്ക് അറിയാവുന്നവർ മര്യാദയ്ക്ക് നിങ്ങൾ പഠിച്ച രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. സാറ് പറഞ്ഞു ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഇവിടെയാണ്. ഇതെങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. Prove that 2 sin square π/6 plus cosec square 7π/6 into cos square π/3 equal to 3/2 എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ ഓരോ ആൾക്കാരെയും കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുകൊടുക്കാം. ആദ്യം sin π/6 നമുക്ക് സൈഡിൽ കണ്ടുപിടിക്കാം. ഓരോന്നും നേരത്തെ പറഞ്ഞ വെച്ച് കണ്ടുപിടിക്കാം. ആദ്യം ആരെ കണ്ടുപിടിക്കുക? നിങ്ങൾ sin π/6 കണ്ടുപിടിക്കുക. ഓക്കെ, sin π/6. sin π/6 ഒക്കെ നോൺ ആയിട്ടുള്ള വാല്യൂ ആണ്. അതും അറിയാത്ത കുട്ടികൾ അതും പഠിക്കണ്ട, എല്ലാം കാൽക്കുലേറ്റർ വെച്ച് തന്നെ ചെയ്യാം. എല്ലാം കാൽക്കുലേറ്റർ ചെയ്യാം. sin π/6 എന്ന് പറഞ്ഞാൽ sin 180/6 എന്ന് പറയുമ്പോൾ sin 30. കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക 0.5 എന്ന് പറയും. sin 30 നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ന് കിട്ടും 0.5. 0.5 എന്ന് പറഞ്ഞാൽ ആരാണ്? 1/2. നമ്മൾ ആൻസർ ആരാ? 1/2. തൊട്ടിപ്പുറത്തേൽ നമ്മൾ 0.5 എഴുതി എടുത്തുകൊണ്ട് ആരാണ്? 1/2. ക്ലിയർ? സംശയമൊന്നുമില്ലല്ലോ? അത് ഓക്കെ ആയി. അടുത്ത കൊസീക്ക് 7π/6. കൊസീക്ക് 7π/6 എന്ന് പറഞ്ഞാൽ കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം
ഈ 7π/6 ആദ്യം എന്തായാലും കണ്ടുപിടിക്കുക. എങ്ങനെയാ? കൊസീക്ക് 7 × 180/6 ചെയ്യുക. സംശയമുണ്ടോ? കൊസീക്ക് 7 × 180/6 പൈക്ക് പോലെ വാല്യൂ എടുക്കുക. അപ്പം എന്താ ചെയ്യുക? 7 × 180/6 അപ്പം 210. കൊസീക്ക് 210 ഡിഗ്രി. അതെന്ന് പറഞ്ഞാൽ ആരാ? 1/sin 210 ഡിഗ്രി. എല്ലാവർക്കും അറിയാലോ കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/sin. അപ്പം നിങ്ങൾ sin 210 അടിക്കുക. അപ്പം -0.5 എന്ന് കിട്ടും. അപ്പം 1/-0.5 1/-0.5 അപ്പം നിങ്ങൾക്ക് -2 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് ഓൾറെഡി എന്ത് കിട്ടി? -2 എന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. 1/-0.5 ആരാണ്? -2. അപ്പോൾ എക്സാക്റ്റ് ആൻസർ തന്നെ കിട്ടി. -2 എന്ന് കിട്ടി. മാറ്റേണ്ടതെന്ന് വന്നിട്ടാണ് 1/2 2 തിരിഞ്ഞു വന്നത്. ആൻസർ ആരാ? -2. ഇനി ആരാണ് നമുക്ക് വേണ്ടത്? cos π/3 കൂടെ വേണം. അതും കൂടെ ഇവിടെ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. വേണമെങ്കിൽ സൈഡിൽ എന്ത് ചെയ്യുക? cos π/3 കൂടെ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. cos π/3 ഇവിടെ ചെയ്ത് നോക്കാം. ഓക്കെ, cos π/3 എന്ന് പറയുമ്പോൾ cos 180/3 cos 60 ഡിഗ്രി. 180/3 60. ഇതെല്ലാവർക്കും കാണാതെ അറിയാവുന്ന സാധനങ്ങളാണ്. 0.5 എന്ന് കിട്ടും. ആൻസർ 0.5. 0.5 എന്ന് പറഞ്ഞാൽ ആരാ? 1/2. ഈ cos π/3 ഒക്കെ കാണാൻ പഠിക്കേണ്ടതാണ്. അതും പഠിക്കാത്ത കുട്ടികൾക്കാണ് ഞാൻ ഈ സാധനങ്ങൾ പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പം നമ്മൾ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്തു? ഇത്രയും നമ്മൾ എന്ത് ചെയ്തു? വേല് ചെയ്തു. ക്ലിയർ ആണേ? സംശയം. അപ്പം ഇത്രയും ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. നമുക്കിനി പ്രൂവ് ചെയ്യാം. പ്രൂവ് ചെയ്യാൻ ഇയാൾക്ക് പകരം ഇവന്മാരെ കൊണ്ടുകൊടു. 2 × sin π/6 സ്ക്വയർ. sin π/6 1/2. 1/2 സ്ക്വയർ എന്നിവിടെ പറയുന്നുണ്ട്. അയാളുടെ സ്ക്വയർ പ്ലസ് കൊസീക്ക് 7π/6 ആരാ? -2. അയാളുടെ സ്ക്വയർ ഇവിടെ പറയുന്നുണ്ട്. അപ്പം -2 സ്ക്വയർ. ഇത് ഇൻറ്റു ആണ്. ഇൻറ്റു cos സ്ക്വയർ π/3. cos π/3 1/2. അയാളുടെയും സ്ക്വയർ. ക്ലിയർ? അപ്പം 2 × ആരാ? 1/4 പ്ലസ് -2 സ്ക്വയർ 4. 1/2 1 സ്ക്വയർ 1 2 സ്ക്വയർ 4. അപ്പോൾ 1/4 എന്ന് വരും. നിങ്ങൾക്ക് ഇത് വെട്ടാം. ഇതും വെട്ടുമ്പോൾ ഇവിടെ 1/2 പ്ലസ് ഇതും വെട്ടുമ്പോൾ 1. 1/2 പ്ലസ് 1. ഇവിടെ 1 ഇട്ടാൽ ക്രോസ് ചെയ്യാം. 1 × 1 1 പ്ലസ് 2 × 1 2/2 3/2. നമുക്ക് ലോട്ടറി അടിച്ചു. ആൻസർ കറക്റ്റായി. സംശയമുണ്ടോ? ഡൗട്ടുണ്ടോ? കാൽക്കുലേറ്റർ നിങ്ങളെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഇങ്ങനത്തെ പ്രോബ്ലംസ് തെറ്റത്തില്ല. ഇവിടെ ഉള്ള പൈക്ക് പകരം 180 കൊടുക്കുക. കാൽക്കുലേറ്റർ എടുത്ത് കുത്തുക. ആൻസർ കണ്ടുപിടിക്കുക. അതെടുത്ത് സൈഡിലങ്ങ് കൊടുക്കുക. യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്ക്. ഒരിക്കലും തെറ്റത്തില്ല. 100% ഈ മോഡൽ ക്വസ്റ്റ്യൻ എക്സാമിന് വരും. ഓക്കെ, കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഒന്നുപോലും തെറ്റത്തില്ല. ക്ലിയർ? അപ്പോൾ ഇപ്പുറത്തുള്ള ഈ നോൺ വാല്യൂസ് ഇതൊന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ വാല്യൂസ് ആണ് ആൻസറിൽ ഉള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ടേബിൾ നോക്കിയപ്പോൾ മനസ്സിലായി കാണും. നിങ്ങളെല്ലാം cos 30 cos 60 sin 30 sin 60 sin 45 ഒക്കെ കാണാൻ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏതെങ്കിലും റിപ്പീറ്റഡ് വാല്യൂസേ കിട്ടുള്ളൂ. അപ്പോൾ ഈ വാല്യൂസ് ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഈ വാല്യൂസ് സൈഡിലൊന്ന് എഴുതി നോക്കുക. ഇങ്ങനത്തെ വാല്യൂസ് സൈഡിൽ എഴുതി നോക്കുക. ഇതിൽ ഏത് വാല്യൂ ആണോ വരുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ഈ വാല്യൂസ് എടുത്ത് കൊടുത്താൽ മാത്രം മതി. സംശയമുണ്ടോ? മനസ്സിലായോ? പിടികിട്ടിയോ? അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ തരട്ടെ, നിങ്ങൾ ചെയ്യുമോ? എല്ലാവരും ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കണേ. ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ്? കോട്ട് സ്ക്വയർ π/6 പ്ലസ് കൊസീക്ക് 5π/6 പ്ലസ് 3 × tan സ്ക്വയർ π/6 ഈക്വൽ ടു 6 എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൂവ് ദാറ്റ് ചെയ്യുക. ഇതെല്ലാവരും ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ സെക്ഷൻ അടിപൊളിയായിട്ട് മനസ്സിലാവും. ഈസി അല്ലേ ട്രിഗണോമെട്രി? എന്നിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഞാൻ എടുക്കട്ടെ, എക്സസൈസ് എടുക്കട്ടെ. ഏത് ക്വസ്റ്റ്യൻ? ഓക്കെ, നിങ്ങൾ സൈൻ ഞാൻ നേരത്തെ ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല. -11π/3 ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആരൊക്കെ കമൻറ്റ് ചെയ്ത് നോക്കട്ടെ. ക്ലിയർ? ഇത് ഹോംവർക്കായിട്ട് പ്രൂവ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ കണ്ട ഉടനെ കമൻറ്റ് ചെയ്യുക. കാൽക്കുലേറ്റർ യൂസ് കാൽക്കുലേറ്റർ. പൈക്ക് വരെ വാല്യൂ കൊടുക്കുക, അടിക്കുക, ഫൈനൽ ഒരു ആൻസർ കിട്ടും. അത് നമ്മൾ നോൺ വാല്യൂവിൽ ഏതാണെന്ന് നോക്കാം.
നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ് ഇടുക, പോസിറ്റീവ് എങ്കിൽ പോസിറ്റീവ് ഇടുക, അത്രയും മാത്രമേ ഉള്ളൂ. സെക്ഷൻ മനസ്സിലായല്ലോ, പിടികിട്ടിയല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ട്രിഗണോമെട്രിയിലെ ഏറ്റവും വലിയ കോൺസെപ്റ്റ്. ബാക്കി ഫോർമുലയെ കുറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര ഷോർട്ട് കട്ടാണ്. കാൽക്കുലേറ്റർ വെച്ച് ഞാൻ കുറച്ച് ഉടായ്പ മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം നമ്മൾ +1ൻ്റെ ലൈവ് ക്ലാസ്സുകൾ, മാത്സിൻ്റെ ലൈവ് ക്ലാസ്സുകൾ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം 9:15 എടുക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടി ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുട്ടികൾക്ക് ടെലഗ്രാം ഇല്ലാത്തതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പും കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്തവർ വാട്സപ്പിൽ ജോയിൻ ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ 2 ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാൻ. സ്റ്റഡി മെറ്റീരിയലൊക്കെ അതിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസും സ്റ്റഡി മെറ്റീരിയലും എല്ലാം ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. മാത്സ് മാത്രമല്ല, നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ബയോളജി എല്ലാ ക്ലാസ്സുകളും വരും ദിവസങ്ങളിൽ ലൈവ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഏത് പോർഷൻ വേണോ നമ്മൾ എടുത്തു തരാം, ഏത് സബ്ജക്റ്റ് വേണോ എടുത്തു തരാം. അപ്പം വരും ദിവസങ്ങളിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, 2 ദിവസം എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് കണ്ടിന്യൂസ് ലൈവ് ഇടാത്തത്. ഓക്കെ, അപ്പം ഇത് നന്നായിട്ട് പഠിക്കുക. നാളെ മുതൽ ട്രിഗണോമെട്രിയുടെ ലൈവ് ഉണ്ട് വൈകുന്നേരം 9:15 നന്നായിട്ട് പഠിക്കുക. എല്ലാം ലൈവിൽ അറ്റൻഡ് ചെയ്യുക. ലൈവിൽ മിസ്സാവുന്ന കുട്ടികൾ നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യുക, അത് റെക്കോർഡായിട്ട് വരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ +1 പഠിക്കുന്ന സ്റ്റുഡൻസിന് എന്ത് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോസ്. ഡൗട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ട്രിഗണോമെട്രി ഈ സാധനം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ട്രിഗണോമെട്രി ഓൾറെഡി ഞാൻ നമ്മളെ ചാനലിൽ എല്ലാ വീഡിയോസും ഇട്ടിട്ടുണ്ട്. ട്രിഗണോമെട്രി പണ്ട് ചെയ്ത വീഡിയോസ് അവൈലബിൾ ആണ്. വീണ്ടും ഒന്നും കൂടെ ഞാൻ ഈ ലൈവിൽ ക്ലാസ് എടുത്ത് തരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ, റിവിഷൻ ക്ലാസ് ആയിട്ട് +1ലേക്ക് വേണ്ടി. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.